ബസ് സ്റ്റാൻഡ് ഒന്നേയുള്ളൂ എങ്കിലും ഉദ്ഘാടനം രണ്ട്. കവളങ്ങാട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന നേര്യമംഗലം ബസ് സ്റ്റാൻഡിലാണ് ഈ അപൂർവ ഭാഗ്യം. നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഇടതു വലത് നേതാക്കൾ 2 ദിവസങ്ങളിലായി മാറി മാറി ഉദ്ഘാടനം ചെയ്യുന്നു. പടലപ്പിണക്കങ്ങളാണ് ഉദ്ഘാടന മാമാങ്കത്തിന് പിന്നിൽ. ഒരു റിപ്പോർട്ട്. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനങ്ങളുടെ ആഘോഷമാണ്. നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഒന്നല്ല 2 വട്ടം ഉദ്ഘാടനം ചെയ്താലും ആഘോഷം തീരുമെന്ന് തോന്നുന്നില്ല. ശനിയാഴ്ചയാണ് ആന്റണി ജോൺ MLA ഉദ്ഘാടന ചടങ്ങുകൾ. ആ ചടങ്ങിൽ പ്രസിഡന്റ് CB മാത്യു അധ്യക്ഷനായി പങ്കെടുക്കുന്നുമുണ്ട്. അതിനു മുൻപ് വെള്ളിയാഴ്ച നവീകരണ ജോലികൾ പൂർത്തീകരിച്ച ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം 8ാം വാർഡ് മെമ്പർ സൗമ്യ ശശി നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ജിൻസിയ ബിജു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. MLA ഉദ്ഘാടനം ശനിയാഴ്ച നടക്കാനിരിക്കെ വെള്ളിയാഴ്ച നടന്ന ഉദ്ഘാടനം എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ തങ്ങി നിൽപ്പുണ്ട്. പഞ്ചായത്ത് 2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേര്യമംഗലം ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ പണം അനുവദിക്കുമ്പോൾ സൈജന്റ് ചാക്കോ ആയിരുന്നു അധികാരത്തിൽ. തുടർന്ന് ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ അദ്ദേഹം പുറത്തായി. പിന്നീട് അധികാരത്തിൽ വന്ന ഭരണസമിതിയും ബസ് സ്റ്റാൻഡ് നവീകരണത്തിൽ വീഴ്ച വരുത്തിയില്ല. ചുരുക്കത്തിൽ 2 കൂട്ടർക്കും നവീകരണത്തിൽ കാര്യമായ പങ്കുണ്ടെന്ന അവകാശവാദമാണ് 2 ദിവസം നീളുന്ന ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്നത്. ദീർഘകാലമായി പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു നേര്യമംഗലം ബസ് സ്റ്റാൻഡ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിന്റെ നവീകരണത്തിനായി 20 ലക്ഷം രൂപ വകയിരുത്തി പ്രോജക്ട് തയ്യാറാക്കിയത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് ഉൾപ്പെടെ ആധുനിക രീതിയിലാണ് ഇപ്പോൾ പുതുക്കി പണിതിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായി 2 കൂട്ടരും നിർമ്മാണത്തിൽ പങ്കുചേർന്നപ്പോൾ ഉദ്ഘാടനവും 2 എണ്ണം വേണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ഈ 2 ചടങ്ങുകൾക്കും പിന്നിൽ. എന്തായാലും ബസ് സ്റ്റാൻഡ് നവീകരിച്ചല്ലോ, ഉദ്ഘാടനം 2ഓ 3ഓ ആയിക്കോട്ടെ എന്ന അഭിപ്രായത്തിലാണ് നാട്ടുകാർ. നേര്യമംഗലത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടത്, ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത്. ഈ ബസ് സ്റ്റാൻഡ് ഒരുപാട് നാളുകളായിട്ട് ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സും അതുപോലെ തന്നെ പൊതുജനങ്ങളുമൊക്കെ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു ഇത് നന്നായി കിടക്കുന്നതിന് വേണ്ടി. നിരവധി വട്ടം ആളുകൾ ഇതിന് പരാതിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളതായിരുന്നു. കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇത് പരിശോധിച്ച് ആവശ്യമായ ഫണ്ട് 20 ലക്ഷം രൂപയോളം ഇതിനു വേണ്ടി വകയിരുത്തിയാണ് ഇന്ന് ഈ ബസ് സ്റ്റാൻഡ് നവീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ബസ് സ്റ്റാൻഡ് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. മീഡിയ 60 കോതമംഗലം.